ഇന്ന് എം ഡി ചാനൽ ചാനലിൽ നമുക്കൊരു കരിയറിനെ പറ്റി എന്താണ് നമ്മുടെ പ്രപഞ്ചം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കരിയറിനെ പറ്റി എന്താണ് പ്രപഞ്ചത്തിനുള്ള അഭിപ്രായം എന്ന് നോക്കാം. അപ്പൊ കരിയറിൽ നമുക്കൊരു 6 കാർഡ് സ്പ്രെഡ് എടുത്ത് നോക്കാം. കരിയറിനെ പറ്റി എന്താണ് പ്രപഞ്ചം പറയുന്നതെന്ന്. എട്ട് കാർഡ്സ് എടുക്കാം. ഇന്ന് കരിയറിനെ പറ്റി എന്താണ് പ്രപഞ്ചം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 8 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. 2 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 3 ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഇന്നലെ ഏസ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ കാർഡ് വന്ന് 8 ഓഫ് കപ്പിന്റെ എനർജി, 6 ഓഫ് കപ്പിന്റെ എനർജി, 9 ഓഫ് പെന്റക്കിളിന്റെ എനർജി, ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് വന്നു. പിന്നെ ഏസ് ഓഫ് കപ്പ് എന്ന കാർഡും വന്നു. അപ്പം ഈ കാർഡ് നമ്മൾ പറഞ്ഞു തരുന്നത് 8 ഓഫ് വാൻസ് ഓളവറായിട്ട് പ്രപഞ്ചം നമ്മളിലേക്ക് ഒരു പുതിയ കരിയർ വന്നെടുക്കുന്നു എന്നാണ് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതിൽ 2 കാർഡ് വന്നിരിക്കുന്നത് ഏസിന്റെ കാർഡ്. അപ്പം പുതിയ തുടക്കങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എന്നാണ് നമ്മളോട് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഏത് ഫസ്റ്റ് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പോകുന്ന വഴിക്ക് പല ആതങ്കങ്ങളെയും പല പ്രോബ്ലംസിനെയും ഫേസ് ചെയ്തുകൊണ്ടൊരു കരിയറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ചില കരിയർസ് ചെയ്യുമ്പം പല പ്രോബ്ലംസ് അതിലുണ്ടാവും. പക്ഷെ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടത്തില്ല. അപ്പം അവരെ കണ്ണുകൊണ്ടും കൈകൊണ്ടും മൂടപ്പെട്ട അവസ്ഥയിലൂടെയാണ് ആ കരിയർ കണ്ടിന്യൂ ചെയ്താണ് ആദ്യത്തെ കാർഡ് കാണിച്ചു തരുന്നത്. അപ്പം അതിലൊരു മാറ്റം ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മാറ്റം വരണം എന്നാണ് രണ്ടാമത്തെ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് മാറി വേറെ ഒന്നിലോട്ട് മാറണം എന്നാണ് ആ വ്യക്തി നമുക്ക് രണ്ടാമത്തെ സ്പ്രെഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ സ്പ്രെഡ് എന്തോ പറയുന്നത് ഏസ് ഓഫ് വാൻസിന്റെ കാർഡാണ്, ഏസ് ഓഫ് സോഴ്സിന്റെ കാർഡാണ്. അപ്പം നമ്മളിലേക്ക് ഒരു പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനോ എന്തിനെങ്കിലും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് 2 ഓഫ് വാൻസിന്റെ കാർഡാണ്. അപ്പം ആ വ്യക്തിയാണെങ്കിൽ പുതിയത് എന്തെങ്കിലും നല്ലത് വന്നാൽ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പം പുള്ളിയുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്, ഒരു കയ്യിൽ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളി നിൽക്കുകയാണ്. ഇതിനനുസരിച്ചൊരു ജോലി വന്നാൽ എനിക്ക് എൻട്രി ആയി പോകാൻ. അങ്ങനെയാണ് തേർഡ് കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഴ്സിന്റെ കാർഡ് വന്നിരിക്കുന്നത്. നാലാമത്തെ കാർഡ് പലരും ഈ ജോലി വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു പോകുന്ന ഒരു എനർജിയാണ് നാലാമത്തെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മ മൂലം നമുക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തെങ്കിലും ഒരു വ്യക്തി ശമ്പളത്തിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് ആയിരിക്കും ആ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒന്നുമല്ല ഡിസ്റ്റൻസ്, അങ്ങനെ പല റീസൺസ് കൊണ്ടാവും ആ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു വളരെ സങ്കടത്തോടു കൂടി ഉപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാല് ജോലി ഇഷ്ടമായിരുന്നു, പക്ഷെ അതിൽ നമ്മൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ നടന്നു പോകാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ് നാലാമത്തെ കാർഡ് പറയുന്നത്. അഞ്ചാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് കപ്പിന്റെ എനർജിയിലാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മളിലേക്ക് ആരോ വന്നെടുക്കുന്നു. ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആവാം, ഒരു മറ്റെന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഓഫർ ആവാം. നമ്മളിലേക്ക് ഒരാൾ വന്ന് നമ്മളെ സഹായിക്കും എന്നാണ് അഞ്ചാമത്തെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ 6 ഓഫ് കപ്പിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള കാർഡുമാണ്. അപ്പൊ നമ്മളെ സഹായിക്കാൻ ആരോ ഒരാളെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിയോഗിച്ചിട്ടുണ്ട്. ആ വ്യക്തി വന്ന് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സഹായങ്ങളുമായിട്ട് നമുക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും സഹായിക്കാത്ത ഒരു അവസ്ഥ പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും.
ഫേസ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ആരാ? ഈ യൂണിവേഴ്സാണ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ആ യൂണിവേഴ്സായിട്ട് നമ്മളിലേക്ക് ഒരു സഹായം എത്തിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. അതുമൂലം ഒത്തിരി ധനം വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പം കരിയറിലൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അടുത്ത ഒരു ജോലി അന്വേഷിക്കാനും അടുത്ത ജോലിയിലേക്ക് ഷിഫ്റ്റ് ആവാനും അതുവഴി പണം അധികമായി വന്നു ചേർക്കാനും ഒരു എനർജി കാണുന്നുണ്ട്. ആ ജോലി മൂലം നിങ്ങൾ കുറച്ച് റിലാക്സിങ് ആയി ഇരിക്കാനും ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ജോലി ഒത്തിരി വർക്ക് പ്രഷർ ഉള്ളതാണെങ്കിൽ ആ ജോലി അത്ര വർക്ക് പ്രഷർ ഉള്ളതായിരിക്കത്തില്ല എന്നാണ് ഹാങ്ഡ്മാന്റെ എനർജി പറഞ്ഞിരിക്കുന്നത്. കാർഡ് നോക്കി അറിയാം ആ ആള് എത്ര റിലാക്സ് ആയിട്ടായിരിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ഇഷ്ടത്തോടെ ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വലിയ വർക്ക് പ്രഷർ ഉണ്ടാകില്ല. അതർ കൊളീഗ്സ് ഒക്കെ നല്ല ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ജോബ് പ്രഷർ ഉണ്ടാവത്തില്ല സാമാന്യമായിട്ട്. അപ്പം നമുക്ക് അന്തരീക്ഷങ്ങളൊക്കെ നല്ലതായിട്ടുള്ള ഒരു ഇടത്തേക്ക് നമ്മൾ മാറി ജോലി ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് ഏസ് ഓഫ് കപ്സ്. നമ്മളിലേക്ക് ഒരു പുതിയ ക്രിയേറ്റിവിറ്റി വന്നെടുക്കുന്നതാണ് ഏസ് ഓഫ് കപ്പിന്റെ എനർജി പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ആ ഒരു നമുക്ക് വരുമാനമില്ല, പ്രശ്നങ്ങളാണ്, അങ്ങനെ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു ക്രിയേറ്റിവിറ്റി വന്നെടുക്കുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ക്രിയേറ്റിവിറ്റിയെ നല്ലതായിട്ട് സ്വീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്രിയേറ്റിവിറ്റി ആവാം, ഒരു ജോബ് ആവാം, കരിയർ റീഡിങ് ചെയ്തുകൊണ്ട് പുതിയൊരു ജോബ് ആവാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആവാം, ഇല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വന്ന് സഹായിച്ച് പണം കൊണ്ട് സഹായിച്ച് നിങ്ങൾ അപ്പോൾ ഫിസിക്കലി അവരെ ഹെൽപ്പ് ചെയ്താൽ മതിയാവാം ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയായാലും ഒരു സഹായം നിങ്ങളിലേക്ക് വന്നെടുക്കുന്നതായിട്ടാണ് ഈ സ്പ്രെഡ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടമായി വരുന്നു. താങ്ക് യു.